ഒരു നിമിഷത്തിൽ എന്റെ അടുത്തുനിന്ന് എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായി. ഇത്ര വർഷമായിട്ടും ആ ഒരു സംഭവം ഒരു അപകടമാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലമ്മേ. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ആൺകുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയമ്മേ. ആ കുഞ്ഞ് എന്ത് തെറ്റാ അമ്മ ചെയ്തത്? ഇങ്ങനെ പകുതിയിൽ എന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാനാണോ ആ കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നത്? എന്റെ ആൺകുഞ്ഞിനെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞെന്ന് ദിവസവും ആ ഒരു കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണമ്മ. ഇങ്ങനൊരവസ്ഥ ഈശ്വരൻ എന്തിനാ എനിക്ക് തന്നെന്ന് എനിക്ക് അറിയില്ലമ്മ. ആ പിഞ്ചു കുഞ്ഞിന് എത്ര വേദനിച്ചിട്ടുണ്ടാവും. എന്തിനിങ്ങനെ ഒരു ആപത്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കണം? ഞാൻ എന്റെ 2 കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടെ തേക്കടിയില് ആ ഒരു ജോലി നോക്കി സമാധാനത്തോടെ വളർത്താന്ന് വിചാരിച്ചതാ. പക്ഷെ ആ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ട് ഒരു കുഞ്ഞിനെ തിരിച്ചെടുത്തോണ്ട് പോയി. മരണം വരെ ഈ ദുഃഖം എന്നെ വിട്ടു പോവില്ലമ്മ. ഇതൊരു നരകവേദനയായിട്ട് എല്ലാ ദിവസവും ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഈശ്വരൻ ഇങ്ങനെ ഒരു ശിക്ഷ എനിക്ക് തന്നത്? എന്റെ ആൺകുഞ്ഞ് എന്റെ മേലെ എത്ര ദേഷ്യത്തിലായിരിക്കും. അവൻ മോളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാവും. അമ്മ, എനിക്ക് സത്യമായിട്ടും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല മോനെ, അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അവന്റെ കാല് പിടിച്ച് കരയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടാക്കിയ ഞാൻ തന്നെ ഇല്ലാതാക്കിയെന്ന് എന്റെ മനസ്സിലൊരു വലിയ കുറ്റബോധമുണ്ട്. വിജി, നിന്റെ കുഞ്ഞ് നിന്റെ അടുത്ത് തന്നെയില്ലേ? എത്രയും വേഗം നിന്റെ കുഞ്ഞ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിച്ചു തരാം. ഇങ്ങനെ വിഷമിക്കല്ലേ വിജി. അതൊക്കെ പോട്ടമ്മ. കഴിഞ്ഞു പോയ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമല്ല. എന്റെ മോൻ അമ്മയെന്ന് പറഞ്ഞ് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനൊന്നും പോകുന്നില്ല. അവൻ ഈശ്വരന്റെ അടുത്ത് പോയില്ലേ, എന്നിൽ നിന്ന് അകറ്റി കൊണ്ടുപോയില്ലേ. ഞാൻ അമ്പലത്തിൽ പോയി തിരുമേനിയെ കണ്ട് മരിച്ചുപോയ എന്റെ കുഞ്ഞിന് ബലി കൊടുക്കാൻ ഏർപ്പാടാകട്ടെ. ഇല്ല, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വിജി. അത് ചെയ്യരുത്. എന്താ അമ്മ പറയുന്നത്? എന്റെ മോൻ മരിച്ചില്ലെന്നോ? ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയതാ. അത് പിന്നെ നിന്റെ മോൻ മരിച്ചിട്ടില്ല. അവൻ നിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ നീ ചിന്തിക്കാവൂ. നിന്റെ മോൻ ഒരു ദിവസം നിന്നെ അന്വേഷിച്ചു വന്ന് അമ്മയെന്നും പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിക്കുന്നത് നീ ചിന്തിക്കണം. ആ ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് നീ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതൊന്നും ചെയ്യാതെ നീ ബലി കൊടുക്കണം, അത് കൊടുക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. പറയമ്മനെ. എവിടെയാ ഉള്ള വിജി? ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് യമനെ. കടയിലേക്ക് ഇനിയും പോയില്ലേ? ഇനി ഇറങ്ങിയില്ലേ യമനെ? എല്ലാ കാര്യവും പറഞ്ഞു തീർത്തല്ലേ, പിന്നെന്താ കടയിലേക്ക് വരാത്തത്? വിജി വന്നോന്ന് ഓണർ 3 പ്രാവശ്യം തിരക്കി. അറിയോ? ആരാ? യമുനയോ? ഇവിടെ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വലിയ മനുഷ്യൻ നിന്നോട് മാപ്പ് ചോദിച്ചല്ലേ വിജി? ദയവേത് നീ പഴയതുപോലെ ജോലിക്ക് വാ വിജി. വിജി, നീ ലൈനിലുണ്ടോ? ഉണ്ട് യമനെ. ഇവിടെ നോക്ക് വിജി, ഓണർ വളരെ നല്ലൊരു മനുഷ്യനാ. ആ സന്തോഷ് മാധവനും നിന്നെ പറ്റി അനാവശ്യങ്ങളൊക്കെ പറഞ്ഞ് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വിജി. നീ ഇങ്ങോട്ട് വാ. ഓണർ ചോദിച്ചാ നീ വന്നോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞോട്ടെ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ മോളെ, യമുന എന്താ പറഞ്ഞത്? ഓണർ കടയിലേക്ക് വരാൻ പറയാണമ്മ. നീ പോയിക്കോ മോളെ. പക്ഷെ ഒരു കാര്യം, ഇനി നീ ഒന്നിനും കരയാൻ പാടില്ല. നിന്റെ ജീവിതത്തില് നല്ലത് മാത്രമേ സംഭവിക്കൂ. എന്താ പോരെ? ശരി അമ്മ, പോയിട്ട് വരാം. അയ്യോ,
കുഞ്ഞു മരിച്ചു എന്നൊക്കെ വിചാരിച്ച് അവളെ ബലിയിടാൻ പോകുന്നൊക്കെ പറയുന്നല്ലോ. ഇവളിങ്ങനെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, എല്ലാത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്ത. നിന്റെ മോൻ മരിച്ചിട്ടില്ല. അവൻ നിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. നിന്റെ മോൻ ഒരു ദിവസം നിന്നെ അന്വേഷിച്ചു വന്ന് അമ്മയെന്നും പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിക്കുന്നത് നീ ചിന്തിക്കണം. അമ്മ പറയുന്ന പോലൊക്കെ നടക്കുമെന്ന്